എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സമയം വൈജയന്തി ബാലന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ വിവരം അറിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി കമലെടുത്തിയെ വിളിക്കുന്നുണ്ട്. എടത്തിയോട് വിവരം പറയുന്നു. മനുവിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേന്ന് പറഞ്ഞു വെച്ച ശേഷം ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയം വീട്ടിൽ അലീന വിളിച്ച ആംബുലൻസ് ടീം വന്ന് ബാലചന്ദ്രനെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. മുത്തശ്ശി എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാതെ അലീനയെ മുറിയിലിരുന്ന് വിളിക്കുന്നുണ്ട്. അലീനയ്ക്ക് അന്ന് അപകടം പറ്റിയപ്പോൾ രക്ഷിച്ച ഡോക്ടറും അലീനയും കൂടെ ചേർന്നാണ് ബാലനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആംബുലൻസ് പുറപ്പെടാനിരിക്കെ അലീന വേഗം തന്നെ ഡോക്ടറോടായി പറയുന്നു, ഞാനും കൂടെ ആംബുലൻസിൽ കയറി പോട്ടെ, ഞാനൊന്ന് മുത്തശ്ശിയോട് പോയി പറഞ്ഞിട്ട് വരാം. ഇത്രയും പറഞ്ഞ ശേഷം അലീന പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ മുറിയിലേക്കോടി. മുത്തശ്ശി, ആംബുലൻസ് വന്നു കേട്ടോ, മുത്തശ്ശിക്ക് കൂട്ടായിട്ട് ആരെങ്കിലും വരും, ഞാനെന്താ പെട്ടെന്ന് പോട്ടെ, മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ. ഇത്രയും പറഞ്ഞ ശേഷം അലീന അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറി പോകുന്നു. അലീന ഉടൻ തന്നെ വീടിൻ്റെ പുറത്തിറങ്ങി വീട് ലോക്ക് ചെയ്ത ശേഷം ആശുപത്രിയിലേക്കുള്ള ആംബുലൻസിൽ കയറി പോകുന്നു. ബാലന് എന്താണ് പറ്റിയതെന്നറിയാതെ പരിഭ്രമിച്ചിരിക്കുകയാണ് അലീന. ഹോസ്പിറ്റലിലെത്തിയ ഉടൻ തന്നെ ബാലനെ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഈ സമയം വൈജയും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വൈജ അലീനയെ കണ്ടയുടൻ ഇവിടെ ആയിരുന്നോടി? അല്ല, ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക്കുകയാണെന്നാണ് അലീന പറയുന്നത്. എങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വൈജ ചോദിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ആരെയും തന്നെ നിൽക്കാൻ സമ്മതിക്കില്ല. അതല്ല, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത്. തിയേറ്ററിൽ നിന്ന് സാറിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നതെന്നാണ് അലീന ചോദിക്കുന്നത്. അത് അവരുടെ ജോലിയല്ലേ, അല്ലാതെ നിൻ്റെ ജോലിയല്ലല്ലോ. നീ നേരെ വീട്ടിലേക്ക് ചെല്ല്, നിന്റെ ജോലി അവിടെയാണെന്ന് വൈജ പറയുമ്പോൾ, മാഡം, ഞാനാണ് ആംബുലൻസ് വിളിച്ചു വരുത്തിയതും കൃത്യസമയത്ത് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും. ഇതൊന്നും തന്നെ എൻ്റെ ജോലിയല്ലല്ലോ. എന്നാൽ ഇത് കേൾക്കുന്ന വൈജ, ആംബുലൻസ് വിളിച്ചു വരുത്തിയതൊന്നും വലിയ ത്യാഗമായി നീ പറയണ്ട. തലയ്ക്ക് ബോധമുള്ള ഏതൊരാളും ചെയ്യുന്ന കാര്യം മാത്രമേ നീ ചെയ്തുള്ളൂ. പിന്നെ ബാലചന്ദ്രനെ ചുമന്നുകൊണ്ടൊന്നുമല്ലല്ലോ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ആംബുലൻസിൽ തന്നെയല്ലേ. നീ വീട്ടിൽ ചെന്ന് നിന്റെ പണി നോക്ക്. ഇവിടുള്ള കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരും വേണ്ടുവോളമുണ്ട്. ആംബുലൻസ് വന്ന ഉടനെ അത് ചാടിക്കേറി ഇങ്ങി പോന്നിരിക്കുന്നു, അമ്മ അവിടെ തനിച്ചാക്കിയിട്ട് എന്ന് പരുഷമായ സ്വരത്തിൽ വൈജ അലീനയോടായി. നിനക്കിവിടെ എന്താ ചെയ്യാനായിട്ടാണ് ഉള്ളത്? ചുമ്മാ വായും പൊളിച്ച് നോക്കി നിൽക്കാനല്ലേ ഉള്ളൂ. ഇതിനെല്ലാം മറുപടിയായി അലീന, പാലം കടക്കുവോളം എന്ന പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിനും അപ്പുറമാണ്. നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. നിന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട. ഇത്രയും നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അലീന ഇപ്പോൾ വൈജയോടായി തിരിച്ചു ചോദിക്കുന്നു, എന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ട എന്ന് പറയാൻ മാഡം ആരാണ്? അലീനയിൽ നിന്ന് അങ്ങനൊരു പ്രതികരണം വൈജ പ്രതീക്ഷിച്ചിരുന്നില്ല. അലീനയുടെ ഈ ചോദ്യം കേട്ടുടൻ തന്നെ ഒന്നും മിണ്ടാതെ വൈജ അവിടെ നിന്ന് കടന്നു പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ മനുശങ്കറും ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട്. വന്നയുടൻ തന്നെ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ വിളിച്ച ശേഷം മനുശങ്കർ അലീനയോടായി, എവിടെ നിൽക്കുന്നത്? ഞാൻ കാർഡിയക് ICUവിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ടെന്ന് അലീന. ബാലനങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് അലീനയോട് ചോദിക്കുമ്പോൾ അലീന മറുപടിയായി, ഓപ്പറേഷൻ തിയേറ്ററിലാണ്, അങ്ങോട്ടേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല, അങ്ങോട്ടുള്ള എൻട്രൻസ് ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് മനു ചോദിക്കുമ്പോൾ ഡോക്ടർ ഇതുവരെയും ഒന്നും പറഞ്ഞില്ല, ഇവിടെ കൊണ്ടുവന്ന ഉടൻ തന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു, അതിനുശേഷം ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും കയറ്റി. സ്ട്രോക്ക് ആണെന്ന് തീർച്ചയായോ? ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഇല്ലെന്നാണ് അലീനയുടെ മറുപടി. ഈ സമയം അങ്ങോട്ടേക്ക് ശർമ്മ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടതും അങ്കിളിന് എന്താണ് പറ്റിയതെന്ന് മനു ചോദിക്കുന്നു. മറുപടിയായി ഡോക്ടർ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് പറയുന്നു. ഡോക്ടർ തുടരുകയാണ്, അലീന CPR കൊടുത്തതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇവിടം വരെ എത്തില്ലായിരുന്നു. അലീന കണ്ടതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു. ആംബുലൻസ്, ഫസ്റ്റ് എയ്ഡ്, ഇപ്പോൾ ഹോസ്പിറ്റലും. അങ്കിളിന് ക്രിട്ടിക്കലാണോ എന്നാണ് മനു ഇപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നത്. ഇനി ഒരു സ്ട്രോക്കും കൂടെ വന്നാൽ പുള്ളിയുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ലെന്ന് തന്നെ ഡോക്ടർ മറുപടി പറയുന്നുണ്ട്. 3 ബ്ലോക്കാണ് സ്കാനിങ്ങിൽ കണ്ടതെന്നും ഡോക്ടർ പറയുന്നു. ഞങ്ങൾ ആൻജിയോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടിവരും. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്, എങ്ങനെയാ പറ്റിയതെന്ന് മനു ചോദിക്കുമ്പോൾ മേനോൻ ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ. അതുകൂടാതെ പുള്ളി ഓവർ എക്സൈറ്റഡുമായിരുന്നു. അതെന്തായിരിക്കും കാര്യമെന്ന് മനു ആലോചിക്കുന്നു. അലീനയാണ് എന്നോട് പറഞ്ഞത് മേനോൻ്റെ ടെമ്പർ ലൂസായിരുന്നുവെന്ന്. എന്തായാലും ആള് 2 ദിവസമായി ടോട്ടലി അബ്സ്കോണ്ടിങ് ആയിരുന്നുവെന്നും ഡോക്ടർ മനുവിനോട്. ഇതെല്ലാം കേട്ട ശേഷം മനു, ഇങ്ങനൊന്നും മദ്യപിക്കുന്ന ആളല്ല അങ്കിള്, വല്ലപ്പോഴും ക്ലബിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു പെഗടിക്കും. ഇത് അങ്ങനൊന്നുമല്ല, 2 or 3 days ത്രൂ ഔട്ട് ഡ്രിങ്കിങ് ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്ത് പറയുന്നു. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും കുടിക്കുകയായിരുന്നുവെന്ന് അലീന മനുശങ്കറിനോട്. എന്നിട്ട് അലീന എന്താ ചോദിക്കാഞ്ഞതെന്ന് മനു. എന്നോടും വല്ലാത്ത ദേഷ്യത്തിലായിരുന്നുവെന്നാണ് അലീനയുടെ മറുപടി.
എന്നാൽ ഞാൻ ഒ പിയിലേക്ക് ചെല്ലട്ടെ എന്ന് മനുഷ്യക്കാരനോട് പറയുമ്പോൾ ഞാനും വരുന്നങ്ങളെ, എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ സമയം മനുഷ്യങ്കർ ഡോക്ടറിൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. മനു ഡോക്ടറിനോടായി, ഒരിക്കലും മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടറെ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. ബാലേന്ദ്രൻ അങ്കിളൊക്കെ എൻ്റെ റോൾ മോഡലാണ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലൊക്കെ, പിന്നെ ചില കാര്യത്തിലൊക്കെ ഇമോഷണൽ ആവും എന്നുള്ളതല്ലാതെ എൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ട് പറഞ്ഞാൽ ഹീസ് എ കംപ്ലീറ്റ് മാൻ. അതിലെവിടെ ഒരു വിള്ളൽ വീണിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ലെറ്റ്സ് സീ. ഈ സമയം വൈജയും ഡോക്ടറിൻ്റെ മുറിയിലേക്ക് അനുവാദം ചോദിച്ച ശേഷം കയറി വരുന്നുണ്ട്. ഡോക്ടറിൻ്റെ മുറിയിൽ മനുവിനെ കണ്ട ശേഷം വൈജ, നീ ഇതെപ്പോൾ വന്നുവെന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ കുറച്ച് സമയമായെന്നാണ് മനുവിൻ്റെ മറുപടി. അങ്ങനെ വൈജ ഡോക്ടറിനോടായി, ഞാൻ വിവരം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടിലേക്ക് വന്നതാണ്, പക്ഷേ അന്നേരം തന്നെ ഡോക്ടർ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ഡോക്ടർ, അങ്ങനെയല്ലേ വേണ്ടത്, അല്ലാതെ വൈജ വരുന്നതുവരെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, അത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ, കൃത്യസമയത്ത് തന്നെ എത്തി ഡോക്ടർ വേണ്ടതെല്ലാം ചെയ്തതുകൊണ്ട്. എന്നോടെല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളുടെ സെർവൻറ്റിനോടാണെന്ന് ഡോക്ടർ പറയുമ്പോൾ വൈജയുടെ മുഖം ആകെ മാറുകയാണ്. മേനോന് സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് കൃത്യമായി അലീന CPR കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഇവിടെ വരെ എത്തില്ലായിരുന്നു. ആംബുലൻസ് വിളിച്ചു വരുത്തിയതും എന്നെ വിളിച്ച് പറഞ്ഞതും എല്ലാം അലീനയാണ്. എന്നാൽ ഇതൊന്നും അത്ര രസിച്ചില്ലെന്ന മട്ടിൽ വൈജ, ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കോൾ ചെയ്യുന്നതാണോ ഇത്ര വലിയ കാര്യം? ഇതെല്ലാം കേട്ട ശേഷം വൈജ, ഡോക്ടർ ബാലചന്ദ്രൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? അതാണല്ലോ ഞാൻ പറഞ്ഞത്, അയാളിപ്പോൾ സർവൈവ് ചെയ്തുവെന്ന്. പക്ഷേ ഇനി വളരെയധികം സൂക്ഷിക്കണമെന്ന് വൈജയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. വൈജ നേരത്തെ വിലക്കിയിട്ടും ഇപ്പോഴും അലീന ഐസിയുവിന് മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു നഴ്സ് വരുന്നു. അലീനയോടായി ചോദിക്കുന്നു, ബാലചന്ദ്ര മേനോൻ്റെ ബൈസ്റ്റാൻഡർ അല്ലേ? ഒരു സമ്മതപത്രം വേണമായിരുന്നു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട്. അയാളുടെ റിലേറ്റീവ് ആണോ? അല്ല, സെർവൻ്റ് ആണെന്നാണ് അലീനയുടെ മറുപടിയായി അലീന നഴ്സിനോട്, ഒപ്പിട്ട് തരാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ ശർമ്മസാറിൻ്റെ റൂമിൽ തന്നെയുണ്ട്. ഇത് കേട്ടപാടെ നഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ മുറിയിലെത്തി ഒപ്പിട്ട ശേഷം നഴ്സ് അലീനയോട് പറഞ്ഞ് തിരിച്ചു മടങ്ങി ഐസിയുലേക്ക് കയറുന്നു. ഡോക്ടറിനെ കണ്ട് ഈ സമയം പുറത്തിറങ്ങിയിരിക്കുകയാണ് വൈജയും മനുവും. അങ്ങോട്ടേക്ക് ഇപ്പോൾ അലീന എത്തുന്നു. അലീനയെ കണ്ടപാടെ വൈജ ദേഷ്യത്തോടെ മനുവിനോട്, മനു, ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഐസിയുവിന് കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയാണോ? വേഗം ഇവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേ. ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. കേട്ടു നിന്ന മനുഷ്യങ്കർ മറുപടിയായി, ആൻറ്റിയുടെ തലയിലാണോ അതിന് അവൾ കയറി നിൽക്കുന്നത്? എന്താ ഇത്ര ശ്വാസമുട്ടൽ? അവളും കൂടി ഹോസ്പിറ്റലിൽ നിന്നാൽ അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വൈജ. ഇപ്പോൾ ഞാനുണ്ട്, നീയുണ്ട്, പിന്നെ ഒരാളും കൂടി എന്തിനാ? ഓ, ആവശ്യമെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അലീനയുടെ ആവശ്യമില്ലല്ലോ. അങ്കിളിന് സ്ട്രോക്ക് വന്നപ്പോൾ CPR കൊടുത്ത് ജീവൻ നിലനിർത്താൻ അലീന തന്നെ വേണമായിരുന്നല്ലോ. ആംബുലൻസ് വിളിക്കാനും ഡോക്ടറിനെ വിളിക്കാനും ആൻറ്റിയെ എന്നെയെല്ലാം വിളിച്ച് അറിയിച്ചത് പോലും ഇവളല്ലേ. ഒരു ഇത്തിരി ഉളുപ്പ് വേണ്ടേ ആൻറ്റി? പോട്ടെ, അല്പം നന്ദി. ആൻറ്റിയുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ ഇത്. ആൻറ്റിയുടെ നെൽപ്പും മട്ടും ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടിട്ട് ബാലനങ്കിള് തട്ടിപ്പോണേന്ന് ആൻറ്റി ആഗ്രഹിച്ചിരുന്നതാണല്ലോ എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വൈജ, അതെന്ത് ദുഷ്ടവർത്താനം നീ പറയുന്നത്? മറുപടിയായി മനു, അതെങ്ങനെ ഞാൻ പറയാതിരിക്കും? അങ്കിളുടെ ജീവൻ രക്ഷിച്ച അലീനയോട് കടുത്ത വൈരാഗ്യം. വീട്ടിൽ പിള്ളേരുടെ കാര്യം നോക്കാനൊന്നും ആരുമില്ല, അമ്മയെ നോക്കണ്ടേ? ഇതെല്ലാം കേട്ടിട്ട് മനു അലീനയോടായി, ഇനി എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, ഇവളെ വേഗം ഒരു ഓട്ടോയിൽ കയറ്റിവിടുന്ന അലീനയോടായി വൈജ പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഞാനിവളെ കൊണ്ടുവിട്ടോളാമെന്നാണ് മനു പറയുന്നത്. വൈജയാകട്ടെ മനുവിനെ തടയാൻ തുടങ്ങുകയാണ്. നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? എനിക്കിതൊരു ബുദ്ധിമുട്ടേ അല്ലെന്നാണ് മനു പറയുന്നത്. ഞാൻ തന്നെ എന്തായാലും കൊണ്ടുവിട്ടോളാം. എന്നാൽ അലീന മടിച്ചു നിൽക്കുകയാണ്. അല്ല, സാറിൻ്റെ കാര്യമൊന്നും അറിയാതെ. അങ്ങനെ വൈജയുടെ മുമ്പിൽ വെച്ച് തന്നെ മനു അലീനയുടെ കയ്യിൽ പിടിക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന വൈജ അല്പം ദേഷ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് കടന്നു പോകുന്നു. അങ്ങനെ മനുശങ്കറും അലീനയും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അലീനയോട് മനുശങ്കർ, അലീന എന്തായി ആലോചിക്കുന്നത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇന്നലെ ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നവളാണ് ഞാൻ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അലീന ചോദിക്കുമ്പോൾ, കുറച്ചു ദിവസം എന്തായാലും ഇവിടെ തന്നെ നിന്നേ പറ്റുമെന്ന് മനു പറയുന്നു. കുറച്ചു ദിവസം എന്തായാലും ആൻറ്റി അങ്കിളിനെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ. വീട് നാഥനില കളരി എന്ന് പറയുന്ന പോലെ ആയിപ്പോകും. മുത്തശ്ശിയെ വേണമെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകൂടെ? കൃഷ്ണമോക്കും അവിതമോക്കും ഒക്കെ മനുവേട്ടൻ്റെ വീട്ടിൽ തന്നെ നിന്ന് സ്കൂളിലേക്ക് പോയി വന്നൂടെ? അതുകൊണ്ടൊക്കെ എന്താ മെച്ചമെന്ന് മനുശങ്കർ ചോദിക്കുമ്പോൾ, എനിക്ക് തിരിച്ചു പോകാമായിരുന്നുവെന്ന് അലീന. ഇതെല്ലാം കേൾക്കുന്ന മനു, അലീന ഈ അവസ്ഥയിൽ പോകുന്നത് ഒട്ടും ശരിയാകില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ മനുവേട്ട? മാഡം എന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പെരുമാറിയ രീതി മനുവേട്ടൻ കണ്ടതല്ലേ?
ഒരു നല്ല വാക്ക് പറയണ്ട, എന്നാലും ദേഷ്യപ്പെടാതിരുന്നൂടെ? ഞാൻ സാറിനെ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സാറ് മരിച്ചു പോകണമെന്നായിരുന്നു ഇനി മാഡത്തിൻ്റെ ആഗ്രഹമെന്ന് അലീന സംശയം ഉന്നയിക്കുന്നു. അല്ല, എനിക്ക് നല്ല സംശയം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാൽ അലീന പെട്ടെന്ന് തന്നെ മനുവിനോട് സോറി പറയുന്നു. സോറി, അത് മനുവേട്ടൻ്റെ അപ്പച്ചിയല്ലേ? ഞാൻ ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞാലേ എനിക്കും അങ്ങനെ സംശയം തോന്നി. ആൻറ്റിയുടെ പെരുമാറ്റം കണ്ടിട്ട് മാഡത്തിന് സാറിനോട് സ്നേഹമൊന്നുമില്ല കേട്ടോ, ഒട്ടും തന്നെ ഇല്ല. അതെനിക്ക് തീർച്ചയാണ്. അത് പണ്ടേ ഇല്ലെന്നാണ് മനു പറയുന്നത്. ആൻറ്റിയാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്. സ്പോർട്ടിലെ ക്വീനാണ് ആൻറ്റി. തലങ്ങും വിലങ്ങും വെട്ടാം, ആരെയും വെട്ടാം. അങ്കിള് ഒരു പാവം രാജാവ്, ഒരു കളവ് മാത്രം നീങ്ങാൻ പറ്റും. ഇത് കേൾക്കുന്ന അലീന, സാധാരണ ചെസ് ബോർഡിൽ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ക്വീൻ, എന്നാൽ ഇവിടെയാകട്ടെ രാജാവിനെ ശിക്ഷിക്കാൻ വേണ്ടിയും. കഴിഞ്ഞ ദിവസമാകട്ടെ സാർ ആരോടും പറയാതെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.